السلام عليكم ورحمة الله وبركاته. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജിന്നുലോകവും ആധുനിക സാങ്കേതിക ഉപകരണങ്ങളും എന്ന വിഷയത്തിലാണ് ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും അക്വാല് സഹാബത്ത് വൽ അയിമത്തിൽ നിന്നും നമ്മൾ കണ്ടു, പരിപൂർണമായി വിഷയം സ്ഥിരീകരിക്കപ്പെട്ടതാണെന്ന് മനസ്സിലായി. പല ആളുകളും അല്ല, കേരളത്തിലെ 90% മുജാഹിദുകളും മനസ്സിലാക്കി, മുജാഹിദ് അല്ലാത്തവരും മനസ്സിലാക്കി. ഇനി ഇൻഷാ അല്ലാഹ് ഈ വിഷയവുമായിക്കൊണ്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് പഠനങ്ങൾ ലോകത്ത് പല രാഷ്ട്രങ്ങളിലും പല അതോറിറ്റീസും പല ഗവേഷണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആ വിഷയമായിക്കൊണ്ട് നമുക്കിത് വിഷയം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഉപകാരപ്പെടും, നല്ലതാണ്, ഒരറിവാണ് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. അതുകൊണ്ടാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ, ഉദാഹരണം ക്യാമറകൾ, പ്രത്യേകതരം ഫ്രീക്വൻസി ക്യാപ്ചർ ചെയ്യുന്ന, പിടിച്ചെടുക്കുന്ന ശബ്ദ ഉപകരണങ്ങൾ പോലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇന്റർനാഷണൽ റിസർച്ച് ഗോസ്റ്റ് അസോസിയേഷൻ, അതേമാതിരി മലേഷ്യൻ റിസർച്ച് ഗോസ്റ്റ് അസോസിയേഷൻ പോലെയുള്ള ഒരുപാട് സംഘടനകൾ ഇതിനായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതുപോലെ ജിന്നുകളുടെ ഉപദ്രവമുള്ള വീട്, കൊട്ടാരങ്ങൾ, ലണ്ടനിൽ 16ഓളം കൊട്ടാരങ്ങൾ, സുബ്ഹാനല്ലാഹ്, 16ഓളം കൊട്ടാരങ്ങളിൽ ജിന്ന് ബാധയുള്ളതാണ്. അവിടെ പോയിട്ടുള്ള പരീക്ഷണങ്ങൾ, അത് ശാസ്ത്രജ്ഞന്മാർ പോയിട്ടാണ് അവരുടെ ഗവേഷണം നടത്തുന്നത്. അവസാനം അവർ വരുന്നത് ഒരു നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ആത്മീയ ലോകത്ത് ജീവിക്കുന്ന ആളുകളുണ്ടെന്നും അവരുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്നും പോലുള്ള സംഗതികളൊക്കെ അവർ ഗവേഷണത്തിൻ്റെ റിസൾട്ടുകളിൽ അവർ പ്രതിപാദിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ക്ലിപ്പുകൾ ധാരാളം ഉണ്ട് യൂട്യൂബിൽ. അത് തിരഞ്ഞാൽ നല്ലതും ഉണ്ടാവും, അതല്ലാത്തത് ഫാബ്രിക്കേറ്റഡ് ഉണ്ടാവും, കളവ് ചിത്രീകരിച്ചതും ഉണ്ടാവും, ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ ഈ വിഷയത്തെക്കുറിച്ച് അത്യധികമായിട്ടൊന്ന് പരിചയപ്പെട്ടാൽ അതുപോലുള്ള ക്ലിപ്പുകളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ഡ്യൂപ്പാണോ ഇത് അല്ലാത്തതാണോ എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ്. ഈ ജിന്നുകളും അവരുടെ കഴിവുകളും അവരുടെ കഴിവുകേടുകളും, ജിന്ന് ബാധ എന്താണ്, സിഹിർ എന്താണ്, സിഹിറിന്റെ പിന്നിൽ നടത്തുന്ന പ്രവർത്തനം എന്താണ്, അതുപോലെ മനുഷ്യന്മാരോട് ജിന്നുകൾക്കുള്ള ശത്രുത എന്താണെന്നൊക്കെ നമ്മൾ വളരെ ആധികാരികമായിട്ട് ഏകദേശം 10-30ഓളം മണിക്കൂറുകൾ സംസാരിച്ചത് ദാറുസ്സലാം എന്ന എൻ്റെ സൈറ്റിലുണ്ട്. അവിടെ വേണ്ടവർക്ക് മലയാളത്തിൽ സംസാരിച്ചതുണ്ട്, വേണ്ടവർക്ക് അവിടെ നിന്ന് എടുക്കാം, പഠിക്കാം. അതിന് പുറമെ അല്പം പ്രായോഗികമായിട്ടുള്ള വശങ്ങൾ കൂടെ സംസാരിച്ച് ഞാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജിന്നുകൾ എന്ന് പറയുമ്പോൾ അത് ജിന്നുകളും മനുഷ്യരും ബുദ്ധിയുള്ള സകലയും ബുദ്ധിയുള്ള, അതായത് കാര്യങ്ങൾ വിവച്ഛേദിച്ച് മനസ്സിലാക്കി ശരിയും തെറ്റും മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു വർഗ്ഗമാണ്. അത് മറ്റു ആളുകൾക്കില്ല. മൃഗങ്ങളിൽ ബുദ്ധിയുടെ അംശം ചില മൃഗങ്ങളിലുണ്ട്. ഡോൾഫിൻ, കുരങ്ങ് പോലെയുള്ള, പൂച്ച, നായ സ്വല്പം. പക്ഷെ മനുഷ്യനെ പോലെയുള്ള, ജിന്നിനെ പോലെയുള്ള ഒരു സൃഷ്ടിയല്ല. അപ്പം ജിന്നുകൾ മനുഷ്യരും ജീവിക്കുന്നത് ഒരേ സ്ഥലത്താണ്. ഇൻ എ സെൻസ് ഭൂമിയിലാണ് ജീവിക്കുന്നത്. അതുപോലെ ആകാശത്തും മനുഷ്യന്മാർ ഭൂമിയിൽ ജീവിക്കുന്നു, ജിന്നുകൾ ഭൂമിയിലും ആകാശത്തും പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു. പക്ഷേ അവർ രണ്ടും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വാതിൽക്ക് മുട്ടുന്നുണ്ട്.
ബിസ്മില്ലാ പോട്ടെ. പറഞ്ഞു വരുന്നത്, അവർ രണ്ടും നമ്മൾ ജീവിക്കുന്ന ഒരു ടൈം ആൻഡ് സ്പേസിലല്ല അവർ ജീവിക്കുന്നത്. അവർക്ക് മറ്റൊരു ടൈം ആൻഡ് സ്പേസ്, എന്താ പറയുക, സ്ഥല കാല നൈരന്തര്യോ ടൈം ആൻഡ് സ്പേസ് കണ്ടിന്യൂ എന്നൊക്കെ പറയുള്ളൂ. അവർക്ക് പ്രത്യേക പിന്നെ നമ്മുടെ ഈ സമാനമായിട്ടുള്ള ടൈം ആൻഡ് സ്പേസ് അല്ല, മറ്റൊരു ടൈം ആൻഡ് സ്പേസിലാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ അവർ നമ്മുടെ ടൈം ആൻഡ് സ്പേസുമായിട്ട് ഇടപഴകും, നമ്മുടെ ടൈം ആൻഡ് സ്പേസുമായിട്ട് ഇടപെടുകയും അങ്ങനെ നമ്മളുമായിട്ട് ഇടപെടുകയും ചെയ്യും. പക്ഷെ അവർ ബേസിക്കായിട്ട് അവർ മറ്റൊരു ടൈം ആൻഡ് സ്പേസിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൈമും സ്പേസും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സ്പീഡ് വ്യത്യസ്തമാണ്, ദൂരവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ദൂരത്തിനും സ്പീഡിനും ദൂരത്തിനും മറ്റൊരു ഡയമെൻഷൻ, മറ്റൊരു മാനമുണ്ട്. മനസ്സിലായില്ലേ? മറ്റൊരു ടൈം ആൻഡ് സ്പേസിലായതുകൊണ്ട് തന്നെ their spectrum of appearance, അവർ പ്രത്യക്ഷപ്പെടുവാനുള്ള ആ സ്പെക്ട്രം, ആ എന്താ പറയുക ദൃശ്യമേഖല, അത് നമ്മുടേത് പോലെ അവർക്ക് നമ്മുടെ സ്പെക്ട്രത്തിലേക്ക് അവരെന്ത് ചെയ്യും, ചിലപ്പോൾ വന്നിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടും. നമ്മുടെ ടൈം ആൻഡ് സ്പേസ് വിബ്ജ്യൂർ 7 കളറിലുള്ള ഈ വിബ്ജ്യൂർ സ്പേസ്, ഈ വിബ്ജ്യൂർ സ്പെക്ട്രത്തിലേക്ക് അവർ ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടാം. സാധാരണഗതിയിൽ അവരുടെ ബേസിക് അതിൽ അതിന് പുറത്താണ്, അതിനപ്പുറത്താണ്. അവർക്ക് മലക്കുകളെ കാണാം, ജിന്നുകൾക്ക് ജിന്നുകളെ കാണാം, മലക്കുകൾക്ക് ജിന്നുകളെ കാണാം, ജിന്നുകൾക്കും മലക്കുകൾക്കും മനുഷ്യനെ കാണാം. പക്ഷെ മനുഷ്യന് അവരെ അങ്ങോട്ട് തിരിച്ച് കാണാൻ പറ്റില്ല. ജിന്നുകളെ കാണാൻ, അത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് സൂറത്ത് അറാഫിൽ 27-ാമത്തെ ആയത്തിൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. നിങ്ങൾ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ, സ്ഥലത്ത് നിന്ന് അവർ നിങ്ങളെ കാണുന്നുണ്ട്, മനസ്സിലായില്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മറ്റൊരു ടൈം ആൻഡ് സ്പേസിലായതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ സ്പീഡും ഡിസ്റ്റൻസും വ്യത്യാസമായതുപോലെ തന്നെ അവരുടെ സൗണ്ട് വ്യത്യാസമാണ്. ശബ്ദ തരംഗങ്ങൾ, സൗണ്ട് വേവ്സ് വ്യത്യസ്തമാണ്. സ്വാഭാവികമായിട്ടും അപ്പോഴെന്താവും, അവരുടെ കമ്മ്യൂണിക്കേഷൻസ് വ്യത്യാസം ഉണ്ടാവും, അവരുടെ വാർത്താവിനിമയവും വ്യത്യാസമാണ്. അത് ഏത് രീതിയിലുണ്ടാവും, നമുക്ക് കേൾക്കുന്ന രീതിയിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കേൾക്കുന്ന ഓഡിയബിൾ വോയിസ് തൊട്ട് നമ്മൾ കേൾക്കാത്ത കേൾക്കാത്ത വോയിസ് വരെ ഉണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജിന്നുകളുടെ സംസാരം, അത് നമ്മുടെ ഫീലിംഗ് ആണ്. അവർ സംസാരിക്കുന്നതാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് വസ്വാസം. നമ്മളോട് അവർ സംസാരിക്കും, ആ സംസാരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ചെവിയിലല്ല കേൾക്കുക, നമ്മുടെ ഹൃദയത്തിൽ, ഹൃദയത്തിൽ. അതാണ് എന്ത്, വസ്വാസം. അതേസമയത്ത് അവരെന്ത് ചെയ്യും, ബാഹ്യമായിട്ട് പ്രത്യക്ഷമായിട്ട് ശബ്ദമുണ്ടാക്കി മനുഷ്യന്മാരുടെ ചെവിയിൽ കേൾക്കുന്ന രൂപത്തിൽ തന്നെ അവർ സംസാരിക്കും. അതിന് ഇസ്ലാമിലും കിതാബിലും സുന്നത്തിലും തെളിവുണ്ട്. മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൽ തെളിവുണ്ട്. ഉദാഹരണം, ഉഹുദ് യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഇബ്ലീസ് മുസ്ലിങ്ങളുടെ പിൻഭാഗത്തു നിന്ന് വിളിച്ചു പറഞ്ഞു, മുഅ്മിനീങ്ങളെ ബാക്കിലുള്ളവരെ നോക്കിക്കൊള്ളിട്ടോ എന്ന്, ബാക്കിലുള്ളവരെ ശ്രദ്ധിക്കിട്ടോ എന്ന് ഇബ്ലീസ് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടു ആര്, മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ, സ്വഹാബിമാർ കേട്ടു. അവർ പിന്നോട്ട് തിരിഞ്ഞ് പിന്നിലുള്ള ആളുകളുമായിട്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങി, ആളെ തിരിച്ചറിയാതെ വെട്ടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഹുദൈഫ റളിയല്ലാഹുവിന്റെ പിതാവ് അൽ യമാൻ, ഹുദൈഫത്ത് ബിൻ യമാനി എന്ന് പറയുന്ന ഹുദൈഫയുടെ പിതാവ് അൽ യമാനി മരണമടഞ്ഞത്. ഈ വെട്ട് അങ്ങനെ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, അദ്ദേഹത്തെ വെട്ടി. അപ്പോഴേക്ക് ഹുദൈഫ ഓടി വന്നു, അതിന്റെ പിതാവാണെന്ന് പറഞ്ഞു. അപ്പോഴേക്ക് അദ്ദേഹം മരിക്കൽ കഴിഞ്ഞു. മനസ്സിലല്ലേ? പിശാച് വിളിച്ചു പറഞ്ഞതാണ്. ആരും മുഅ്മിനീങ്ങൾ കേട്ടു, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അവർ അതിനെ എത്തിമാദ് ചെയ്തു. അതുപോലെ അഖബ ഉടമ്പടിയുടെ സമയത്ത് പിശാച് അവിടെ നിന്ന് അലറി, മറ്റൊരു മലയുടെ മുകളിൽ നിന്ന് വിളിച്ച് അലറുന്നുണ്ട്. അപ്പോൾ റസൂൽ അത് ഇവിടെ നിന്ന് കേട്ടു. റസൂൽ പറഞ്ഞു, എൻ്റെ ജീവൻ അവസാനിക്കുന്നതുവരെ ഞാൻ നിനക്കെതിരെ പടപൊരുതിടാം. ഞാൻ അറബിയിലെ വാക്കുകളുണ്ട്, ഞാനത് നോക്കി വെച്ചിരുന്നു, എനിക്കത് നോക്കിയാലേ ഓർമ്മയില്ല. ഇപ്പം എൻ്റെ അവസാനം വരെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ നിനക്കെതിരെ പടപൊരുതും എന്ന് റസൂൽ വിളിച്ചു പറഞ്ഞു. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹും കൂടി മക്കയിൽ നിന്ന് ഹിജ്റ പോയപ്പോൾ അവർ ഒളിച്ചോടിയോട് പോയല്ലോ. മക്കയിൽ നിന്ന് പോയി
ഇവരെവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് മക്കത്തുള്ള ആളുകൾക്ക് അറിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന്, മക്കൾക്കും കുടുംബങ്ങൾക്കും അറിയില്ല ഇവരെവിടെ പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആണ് ഒരു കൂട്ടം ജിന്നുകൾ ആകാശത്ത് നിന്ന് വിളിച്ചുപാടി, പാട്ടുപാടി. അതിൻ്റെ പാട്ടിൻ്റെ സന്ദേശം എന്തായിരുന്നു? അവർ സുരക്ഷിതമായ സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന പാട്ട് ആകാശത്ത് നിന്ന് കേട്ടു, ജിന്നുകൾ പാടിയെന്നാണ് ഈ ഹദീസ്. ഈ സംഭവം റിവായത്ത് ചെയ്തത് ഷെയ്ഖ് അൽബാനി പോലും എന്ത് ചെയ്തിട്ടുണ്ട്? സഹിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. റഹീഖുൽ മുഖ്തലിഫ് ഇമാം നമ്മുടെ ഇവിടെ അടുത്ത കാലത്ത് മരിച്ചു പോയിട്ടുള്ള മുബാറക് പുരി, ഇന്ത്യക്കാരനായിട്ടുള്ള പണ്ഡിതൻ, സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഓഡിയബിൾ വോയിസിൽ സംസാരിച്ചേക്കാം, അതല്ലാത്ത വോയിസിൽ സംസാരിച്ചേക്കാം. അങ്ങനെ സംസാരിക്കുന്നതാണ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് തോന്നുന്ന വസ്വാസം. അതുകൊണ്ട് തന്നെ മറ്റൊരു ടൈം ആൻഡ് സ്പേസും മറ്റൊരു സ്പീഡും ഡിസ്റ്റൻസും കമ്മ്യൂണിക്കേഷനും സ്പെക്ട്രം ഓഫ് അപ്പിയറൻസും ആയതുകൊണ്ട് തന്നെ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ, അവരുടെ എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ, അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുന്നതും മാറുന്നതും എന്താണ്? മറ്റൊരു സ്പീഡിലാണ്, അല്ലെങ്കിൽ മറ്റൊരു ഡിഫറെൻ്റ് വേ ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ട്രാൻസ്പെറൻസി, മറ്റൊരു ഡെലിക്കസി, അത് മറ്റൊരു സോളിഡിറ്റി, എന്തെങ്കിലുമൊക്കെ മലയാളത്തിൽ പറയാൻ എനിക്കറിയില്ല, എന്താ പറയുക, ഒരു ആർജവം, മറ്റൊരു ഡെലിക്കസി, അവരുടെ നൈർമല്യം ഒക്കെ വ്യത്യാസമാണ് നമ്മളിൽ നിന്ന്. അത് അവർക്ക് എന്ത് ചെയ്യും? വായുവിലൂടെ പ്രത്യക്ഷപ്പെടാൻ പറ്റും, വായുവിലൂടെ സഞ്ചരിക്കാൻ പറ്റും, പദാർത്ഥത്തിനുള്ളിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ പറ്റും, വെള്ളത്തിനടിയിലൂടെയും അവർക്ക് സഞ്ചരിക്കാൻ പറ്റും. വെള്ളത്തിനടിയിലൂടെ ജിന്നുകൾ പോയി കഴിഞ്ഞാൽ പോയാൽ ആ വെള്ളം അങ്ങോട്ട് കൊടുത്തരായി മാറിയ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ആ വെള്ളം അനങ്ങാതെ, അല്ലെങ്കിൽ വെള്ളത്തിന് ഇളകൽ വരാത്ത രീതിയിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിനടിയിലൂടെ സഞ്ചരിക്കാൻ പറ്റും. അത് അവരുടെ മറ്റൊരു ടൈം ആൻഡ് സ്പേസിൽ മറ്റൊരു ഡെലിക്കസിയിലാണ്, മറ്റൊരു ട്രാൻസ്പെറൻസിയാണ് അവർക്കുള്ളത് എന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ഇവർക്ക് എന്ത് ചെയ്യും? മനുഷ്യന്മാരുടെ ഈ മാസ് ഷേപ്പിൽ, എന്താ പറയുക, ഭൗതികമായിട്ടുള്ള പ്രത്യക്ഷ രൂപത്തിൽ അവർക്ക് രൂപം പ്രാപിക്കുവാൻ പറ്റും. അതിന് കിതാബിലും സുന്നത്തിലും തെളിവുണ്ട്, നമ്മൾ കണ്ടതാണ് നമ്മുടെ മുമ്പുള്ള സ്പീച്ചിൽ. പിന്നെ ബദർ യുദ്ധത്തിന്റെ സമയത്ത് പിശാച് രൂപം പ്രാപിച്ചു വന്നതും, അബൂ ഹുറൈറ രാത്രി സക്കാത്ത് വേണ്ടി കാവലെന്ന സമയത്ത് സക്കാത്ത് വാരാൻ വേണ്ടി വന്നതും രൂപം പ്രാപിച്ചു വന്നതെല്ലാം, അതുപോലെ പാമ്പ് രൂപത്തിൽ വന്നതെല്ലാം ഹദീസിൽ വന്നിട്ടുള്ളതാണ്, നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഈ സ്പെക്ട്രം, ഈ വിസിബിൾ സ്പെക്ട്രമായ 7 വിബ്ജിയോർ കളർ ഉണ്ടല്ലോ, ഈ സ്പെക്ട്രത്തിൽ അവർ വന്നാൽ നമുക്ക് അവരെ കാണാൻ പറ്റും. നമ്മുടെ കണ്ണിന് കാണുന്ന സ്പെക്ട്രത്തിൽ അവർ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. എന്നതിന് അപ്പുറത്തേക്കുള്ള അൾട്രാ വയലറ്റില്ല, ഇപ്പുറത്തുള്ള ഇൻഫ്രാറെഡിലോ ആണെങ്കിൽ അൾട്രാ വയലറ്റും ഇൻഫ്രാറെഡും ക്യാപ്ചർ ചെയ്യുന്ന ക്യാമറകളിൽ ഇവർ പ്രത്യക്ഷപ്പെടും, അവരെ രൂപം റെക്കോർഡ് ചെയ്യപ്പെട്ടു കിട്ടും. അത്തരം ക്യാമറകളാണ് ഇപ്പോൾ അത്തരം ക്യാമറകൾ CCTV ക്യാമറകൾ ധാരാളം ഉപയോഗിക്കും. CCTV ക്യാമറകൾ ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ധാരാളം CCTV ക്യാമറകളിൽ ഇത്തരം രൂപങ്ങളും ശൈത്താന്മാരും മനുഷ്യരൂപത്തിലും ആട്ടെ അല്ലാത്തതാകട്ടെ അത്തരം ചലനങ്ങളാട്ടെ അവർ ഇതിൽ റെക്കോർഡ് ചെയ്തത് ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വരുന്നുണ്ട്. ഇപ്പം യൂട്യൂബിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ അൾട്രാ വയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളും റെക്കോർഡ് ചെയ്യാൻ പര്യാപ്തമായ ക്യാമറകളിൽ ആ ഒരു വേവ് ലെങ്ത്തിലേക്ക്, ആ ഒരു പ്രതലത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്പെക്ട്രത്തിലേക്ക് അവർ വന്നാൽ കിട്ടും. അവർ വന്നിട്ടില്ലെങ്കിൽ അത് കിട്ടൂല. മനസ്സിലല്ലേ? അവർ ഒറിജിനൽ ആ ഡയമെൻഷനിൽ പോയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഇല്ലതാണ്, അത് ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്നഹു യറാക്കും ഹുവ വകബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് അതാണ്. മനസ്സിലല്ലേ? അത് നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടാനും കഴിയില്ല. കാരണം അല്ലാഹ് അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇവർ ഈ എന്താ പറയുക, മാസ് രൂപം, ഭൗതിക രൂപം പ്രാപിക്കുന്നതും ഈ വ്യത്യസ്തമായ വേവ് ലെങ്ത്തിലുള്ള സ്പെക്ട്രത്തിലേക്ക് വരുന്നതും എല്ലാം വിശദീകരിക്കുവാൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഈ സമം mc² എന്നുള്ള എനർജിയും മാസും തമ്മിൽ കൺവേർഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഉപയോഗിച്ച ഇക്വേഷൻ അത് പര്യാപ്തമാണെന്നാണ് ഈ വിഷയത്തെക്കുറിച്ച് അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ ഈ ഇക്വേഷൻ വഴി നമുക്ക് മനസ്സിലാക്കാം എന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്.
ഇനി ഇതുപോലുള്ള ഇതിന് പറ്റുന്ന ഉപകരണങ്ങളെല്ലാം ഒരുപാട് ഉപകരണങ്ങൾ മാഷാ അല്ലാഹ് ഒരുപാട് ഉപകരണങ്ങൾ ഒരുപാട് സൈറ്റിൽ കാണുന്നുണ്ട്. ഉദാഹരണം ഗോസ്റ്റ് സ്റ്റോപ്പ് എന്നൊരു സൈറ്റ്, ഒരുപാട് സൈറ്റ് ഉണ്ട് കേട്ടോ, ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ ഒരു ഇത് നോക്കിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്യാമറകൾ, വ്യത്യസ്തമായ എന്താ പറയുക പിക്സൽ കിട്ടുന്ന, അതുപോലെ ഫ്രെയിംസ് ഒരു സെക്കൻഡിൽ 1,00,000 വരെ ഫ്രെയിമുകളൊക്കെ ഉള്ള. എന്താണ് ഈ ഫ്രെയിം? ഒരു സെക്കൻഡിൽ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോട്ടോകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 10 ഫോട്ടോ അങ്ങനെ അടുക്കി വെച്ചാൽ അതിങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എഫക്റ്റാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഒരു സെക്കൻഡ് വീഡിയോയിൽ 10 ഫ്രെയിം ഉള്ളതാണെങ്കിൽ പിന്നെ അവിടെ 10 ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ട്. നമ്പർ ഓഫ് ഫോട്ടോസിൻ്റെ എണ്ണാണ് ഈ ഫ്രെയിം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സെക്കൻഡിൽ 1,00,000 ഫ്രെയിം ഉപയോഗിക്കുന്ന ക്യാമറകൾ വരുന്നുണ്ട്. അത്തരം ക്യാമറകൾ ഒരു സെക്കൻഡ് നമ്മൾ റിവ്യൂ ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു കണ്ണുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡ് എത്രയെന്ന് ചോദിച്ചാൽ ഒരു സെക്കൻഡിൽ 30 ഫ്രെയിമാണ്. ഈ 30 ഫ്രെയിമിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ 9 മണിക്കൂർ വേണം. ഒരു സെക്കൻഡ് റെക്കോർഡ് ചെയ്തത് നമ്മൾ നോർമൽ സ്പീഡിലേക്കാക്കി നമുക്ക് വ്യൂ ചെയ്യാൻ 9 മണിക്കൂർ വേണമെന്നാണ്, മനസ്സിലല്ലേ? ഹൈലി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മണിക്കൂറുള്ള വീഡിയോ നമുക്ക് കാണാൻ കഴിയില്ല, ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം വേണ്ടി വരും. പോട്ടെ. പക്ഷെ എന്നാൽ തന്നെ അത്യാവശ്യം നല്ല, ഇപ്പം സോണിയും അതുപോലെ ഒരുപാട് കമ്പനികൾ ഇറക്കുന്നുണ്ട് ഇതിന് പറ്റുന്ന ക്യാമറകളെല്ലാം. അതൊക്കെ ഈ സൈറ്റിൽ, ഇതുപോലുള്ള സൈറ്റുകളിലും ഇതുപോലെ ഇതിൽ നിന്ന് കിട്ടും. ഇത് പെട്ടെന്ന് അങ്ങനെ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഡിക്ലറേഷൻ കാര്യങ്ങളെല്ലാം വേണ്ടി, കാരണം ഫോറൻസിക്കിനും ഗവൺമെൻറ് ആർമി അല്ലെങ്കിൽ എന്താ പറയുക സുരക്ഷാ വിഭാഗത്തിൻ്റെ ആളുകളൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറുള്ള ഈ ക്യാമറകൾ, മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് വാങ്ങാൻ കിട്ടുമെന്ന് അറിയില്ല. കിട്ടണമെങ്കിൽ തന്നെ അതിന് പ്രത്യേക ഡിക്ലറേഷനും പെർമിഷനും എല്ലാം ആവശ്യമാണ്. CCTV ക്യാമറകൾ ധാരാളമായിട്ട് വാങ്ങാൻ കിട്ടും. ഇവിടെ 300 റിയാൽ 400 റിയാൽ എടുത്ത് കഴിഞ്ഞാൽ CCTV ക്യാമറ വാങ്ങാൻ കിട്ടും. നമ്മൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ക്യാമറ. പറഞ്ഞു വരുന്നത് നല്ല ഹൈടെക് ക്യാമറകൾ, അതുപോലെ ശബ്ദം. ഈ ഒരു പ്രത്യേക വേവ് ലെങ്ത്തിൽ അവർ സംസാരിക്കുന്നത്, ഇപ്പം പിശാച് ബാധയുള്ള വീടുകളിലൊക്കെ കയറി ചെന്നിട്ട് ഇവർ ഇത് ഓൺ ചെയ്യും. ഈ ക്യാമറ ഓൺ ചെയ്തിട്ട്, റെക്കോർഡ് ഓൺ ചെയ്തിട്ട് അവരോട് ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം, ഹു ആർ യു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദേ വിൽ റിപ്ലൈ ബാക്ക്. അത് നമ്മളെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കൂല. പക്ഷെ ആ റെക്കോർഡ് ചെയ്തതിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് റീപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ശബ്ദം നമ്മൾ ചോദിച്ചതിന് ആൻസർ ചെയ്തതൊക്കെ ആയിട്ട് കിട്ടാറുണ്ട്. എല്ലാ കേസിലും കിട്ടിക്കൊള്ളുന്നില്ല. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇനിയിപ്പം രംഗത്ത് വരട്ടെ. പക്ഷെ എന്നാലും നമുക്ക് കുറേ കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഇതിന് പറ്റുന്ന ക്യാമറകൾ, അതുപോലെ ഈ പിശാചുക്കൾ ഹാജറാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, അതുപോലെ അവിടെ എന്താ പറയുക അവിടെ മൂവ്മെൻറ്റ്സ് ഡിറ്റക്ടർ ഉണ്ട്. ഒരുപാട് തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആകെ തുക അവർ നമ്മുടെ സ്പെക്ട്രത്തിലേക്ക് വരികയും അവിടെ ഇടപെടുകയും ചെയ്യുമ്പോൾ ഇത് ബാഹ്യരൂപം പ്രാപിച്ചാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ രൂപത്തിൽ ഈ വിബ്ജ്വർ സ്പെക്ട്രത്തിൽ വന്നാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അതിനപ്പുറത്താണെങ്കിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അതിന് പറ്റുന്ന ക്യാമറകളോ ഉപകരണങ്ങളോ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷെ അവരുടെ ഒറിജിനൽ സ്പെക്ട്ര ഡയമെൻഷനിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അവരുടെ ആ ലോകത്താണെന്നുണ്ടെങ്കിൽ അത് കണ്ണുകൊണ്ടും ക്യാമറ കൊണ്ടും ഒന്നുകൊണ്ടും കാണാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഒരു രൂപം. മറ്റൊന്ന്, അവർക്ക് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പറഞ്ഞു, നിങ്ങൾ ബിസ്മി ചൊല്ലി കഴിക്കുന്ന ഭക്ഷണം, അത് ആ എല്ലുകൾ ഇറച്ചി കഴിച്ച് ആ എല്ലുകൾ നമ്മൾ എറിയുമ്പോൾ, പുറത്തേക്ക് ഇടുമ്പോൾ, അത് ഇടുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയതാണെങ്കിൽ മുസ്ലിം ജിന്നുകൾക്ക് അതിലുള്ള മാംസം നമ്മൾ കഴിച്ചതാണെങ്കിൽ പോലും ആ മാംസം അവർക്ക് പറ്റുന്ന രൂപത്തിൽ അവർക്ക് വേണ്ടുന്ന ആ സംഗതി, അവരുടെ ഭക്ഷണമായിട്ടുള്ള മാംസം അതിൽ റീപ്ലേസ് ചെയ്യപ്പെടും. അതിൽ എല്ലിലുണ്ടായിരിക്കുന്ന അവരുടെ ഷെയർ അതിലുണ്ടായിരിക്കും. അപ്പോൾ നോക്കിങ്ങൾ നമ്മുടെ മാംസം കഴിച്ചു, സ്റ്റിൽ നമ്മൾ ബിസ്മി ചൊല്ലിയതാണെങ്കിൽ മുസ്ലിം ജിന്നുകൾക്ക് അതിൽ അള്ളാഹു എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടുന്ന, അവരുടെ ലോകത്ത് അവർക്ക് വേണ്ടുന്ന ആ ഇറച്ചി, ആ മാംസം അതിലുണ്ടായിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടതല്ലേ ഇതിൻ്റെ ആ ഡിഫറൻസ്. ഇനി വേറൊന്ന് മനസ്സിലാക്കേണ്ടത്, ജിന്നുകൾ എപ്പോഴും ഒരു പടി താഴെയാണ് മനുഷ്യൻ്റെ. ജിന്നുകൾക്ക് മനുഷ്യനോട് ആദമിനോടും ആദം സന്തതികളോടുള്ള അസൂയയുടെ അടിസ്ഥാനവും അത് തന്നെ. അസൂയയാണ് അവൻ്റെ കിബിറിൻ്റെ കാരണം, കിബിറാണ് അവൻ്റെ കുഫറിൻ്റെ കാരണം.
കുഫറാണ് അവൻ എന്ത് ചെയ്യുന്നത്? നരകത്തിലേക്ക് അവന്റെ അള്ളാഹുവിന്റെ ശാപത്തിന് കാരണമായത്. മനസ്സിലായില്ലേ? അപ്പോൾ അസൂയക്കുള്ള കാരണം ഒരു പടി താഴെയാണ് ജിന്നുകൾ. അതിലേറ്റവും കൂടുതൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടിച്ചത് അർഷ് അള്ളാഹിന്റെ സൃഷ്ടിയാണ്, മലക്കുകൾ അള്ളാഹിന്റെ സൃഷ്ടിയാണ്, ആകാശഭൂമികൾ അള്ളാഹിന്റെ സൃഷ്ടിയാണ്, അതിനുള്ളതെല്ലാം അള്ളാഹിന്റെ സൃഷ്ടിയാണ്. അർഷ് അള്ളാഹിന്റെ സൃഷ്ടിയാണ് അല്ലേ? കുർസി അള്ളാഹിന്റെ സൃഷ്ടിയാണ്. യെസ്. എന്നാൽ എല്ലാ സംഗതികളും അള്ളാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂലു ലഹു കുൻ ഫയകൂൻ. അത് അള്ളാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവുക എന്ന് പറയേണ്ടത് താമസിച്ചുള്ളൂ, അതുണ്ടാവും. കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, അതുണ്ടാവും. അപ്പൊ കുൻ ഫയക്കൂൻ എന്ന രീതിയിലാണ് അള്ളാഹ് സൃഷ്ടിച്ചത്. ഒന്നൊഴികെ ഏത്? മനുഷ്യൻ, ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചത് കുൻ ഫയക്കൂൻ രൂപത്തിലല്ല, അത് അള്ളാഹുവിന്റെ യദ് കൊണ്ട് സൃഷ്ടിച്ചതാണ്. അള്ളാഹുവിന്റെ യദ് കൊണ്ട് സൃഷ്ടിച്ച് റൂഹ് ഊതിയതാണ്. അപ്പോൾ ഇബ്ലീസിനോട് ചോദിക്കുന്നത്, എന്റെ കൈ കൊണ്ട് സൃഷ്ടിച്ച, എന്റെ യദ് കൊണ്ട് സൃഷ്ടിച്ചതിനെ സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ലാന്ന്? അപ്പൊ തിരിച്ചിട്ടെടുക്കുക, അവൻ മണ്ണ് ഞാൻ തീയാണ് അല്ലേ? നമുക്കറിയാം അവരുടെ ശൈത്താന്റെ അവകാശവാദം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതാണ് അവരെന്തായി മനുഷ്യനുള്ള അവിടെയുള്ള ആ പ്രത്യേകതയും ആ പരിഗണനയും ശൈത്താൻ ഇഷ്ടപ്പെട്ടില്ല. മറ്റൊന്ന്, മനുഷ്യൻ ബുദ്ധി കൊണ്ട് അവന്റെ വികാരത്തെ നിയന്ത്രിച്ച് ബുദ്ധിപരമായി നീങ്ങുന്നവനാണ്. പക്ഷേ പിശാചുക്കൾ അങ്ങനെയല്ല, അവർക്ക് വികാരമാണ് കൂടുതൽ. ഇൻ എ സെൻസ്, ഇപ്പോൾ ഒരാൾ നമ്മളെ ഉപദ്രവിച്ചു വിചാരിച്ചു, അപ്പോൾ നമുക്ക് എന്താ അദ്ദേഹത്തോടൊരു ദേഷ്യം, ഒരു പകയുണ്ടാവും. പക്ഷെ നമ്മളെന്തൊരു ഒരാഴ്ച 2 ആഴ്ചക്ക് മനസ്സിൽ കൊണ്ടെടുക്കും, പിന്നെ നമ്മളത് മറക്കും, വിട്ടു. കാരണം ബുദ്ധി നമ്മുടെ ജീവിതം അവന്റെ പിന്നാലെ ചേസ് ചെയ്തുകൊണ്ട് തുലക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ജിന്നുകൾ അങ്ങനെയല്ല. ജിന്നുകൾ ഒരാളുടെ പ്രതികാരം ഉണ്ടെങ്കിൽ അവന്റെ ആയുസ് കാലം മുഴുവൻ ആ പ്രതികാരം വിട്ടാനായിട്ട് നടക്കും. കാരണം വികാരമാണ് അവരെ നയിക്കുന്നത്, മനുഷ്യനെ അവന്റെ വിചാരമാണ് നയിക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, മനുഷ്യന്റെ ഫീലിങ്സ് ജിന്നുകളുടെ സംസാരമാണ്. ജിന്നുകൾ സംസാരിക്കുക എന്നുള്ളത് എന്താണ്? മനുഷ്യന്റെ തോന്നലാണ്. മനുഷ്യന്റെ മനസ്സിൽ നിന്ന് തോന്നും ജിന്നുകൾ സംസാരിക്കുന്ന കാര്യം, അതാണ് വസ്വാസ്. യഥാർത്ഥത്തിൽ അവരുടെ സംസാരമാണ് നമ്മുടെ മനസ്സിൽ നമുക്ക് വസ്വാസായി തോന്നുന്ന സംഗതി. മനസ്സിലായില്ലേ? മറ്റൊന്ന്, നമ്മുടെ സംസാരം എന്നുള്ളത് അവരുടെ ആക്ഷനാണ്, അവരുടെ പ്രവർത്തനമാണ്. നമ്മുടെ സംസാരിച്ചാൽ അത് അവരുടെ പ്രവർത്തനമായിട്ട് വരികയാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഉഖ്റജിയാദ് വല്ല എന്ന് പറയുമ്പോൾ, ഉഖ്റജിയാദ് വല്ല എന്ന് പറയുന്നതോടുകൂടി അവനെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് എറിയപ്പെടുന്ന ഒരു എഫക്റ്റ് വരികയാണ്. ഏത്? അൺലെസ് ആൻഡ് അണ്ടിൽ ദേർ ഈസ് എ ബ്ലോക്കേജ് ഓർ സംതിങ്. ഓക്കെ, അവിടെ വല്ല സീറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ കേസിലും അങ്ങനെയല്ല. പക്ഷേ നമ്മുടെ സംസാരം അവരുടെ ആക്ഷൻസ് ആയിട്ട് മാറുകയാണ്. മറ്റൊന്ന്, നമ്മുടെ ആക്ഷൻസ് അവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു സംഗതി വസ്തു എടുത്ത് എറിയുകയോ ചൂടുള്ള വെള്ളം പാരുകയോ ഇതൊക്കെ പറഞ്ഞ് കേരളക്കാർ കളിയാക്കിയിരുന്നു അല്ലേ? ഡോക്ടർ സുബൈറിനൊക്കെ എത്ര കളിയാക്കിയിരുന്നു. ഇപ്പോൾ ഒരു കുട്ടിക്ക് മുണ്ടാട്ടല്ലോ തോന്നും. കാരണം എന്താ? ലോകത്തുള്ള അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന വിഷയമാണ്. ഇപ്പം കേരളക്കാർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ അങ്ങനെ അത് വരുമ്പോഴാണ് നമ്മൾ അവരെ ബാഹ്യമായിട്ട് നമ്മൾ അവരെ ഉപദ്രവിക്കുക. നമ്മുടെ ആക്ഷൻസ് അവർക്ക് റിയൽ ലൈഫിൽ അനുഭവപ്പെടും. അത് അവരുടെ യാഥാർത്ഥ്യമാണ്. ഇനി നമ്മുടെ റിയാലിറ്റി തീർച്ചയായിട്ടും അവർക്ക് എന്താണ്? റിയാലിറ്റിയാണ്. ഇനി നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം അവരുടെ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഒരാൾ സ്വപ്നത്തിലൊരു ശൈത്താനെ കണ്ടാൽ ഇൻ റിയാലിറ്റി അവിടെ ഒരു ശൈത്താൻ അദ്ദേഹത്തിന്റെ ഉറക്കത്തിൽ അദ്ദേഹത്തെ വന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് നടക്കാം. അതുകൊണ്ടൊരു സ്വപ്നത്തിൽ നമ്മളൊരു ശൈത്താനെ അല്ലെങ്കിൽ ശൈത്താന്റെ രൂപത്തിലുള്ളൊരു പട്ടിയെ, പാമ്പിനെ, പൂച്ചയോ വന്യമൃഗത്തെ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന നമ്മുടെ ശത്രുവായിട്ട് എന്തെങ്കിലും നമ്മളൊന്നിനെ നമ്മളൊരു എറിഞ്ഞാട്ടി അല്ലെങ്കിൽ അടിച്ചു കൊന്നു എന്ന് വിചാരിക്കുക, എന്ന് സ്വപ്നം കണ്ടു വിചാരിക്കുക. എങ്കിൽ ഒരു ശൈത്താൻ ഈ സ്വപ്നത്തിൽ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വരികയും ആ ശൈത്താനെ അദ്ദേഹം എറിഞ്ഞാട്ടി ഓടിക്കുകയും, അല്ലെങ്കിൽ ഒന്നുകിൽ ശൈത്താൻ ചത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശൈത്താനെ പരിക്ക് പറ്റി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവനെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവന് തോറ്റോടിപ്പോയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം അത് അവരുടെ യാഥാർത്ഥ്യമാണ്.
ഈ സ്വപ്നത്തെ ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഈ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം എന്താ പറയുക, രാത്രി നമ്മൾ കിടക്കുന്ന ദുആ ദിക്റുകൾ വളരെ മസ്റ്റായിട്ട് ചൊല്ലണം. ചില ആളുകൾക്ക് ആ ബേസിക് ഇത് മാത്രം ചൊല്ലിയാൽ മതിയാവില്ല, അതിനേക്കാൾ കൂടുതൽ ചൊല്ലേണ്ടി വരും പൈശാചികമായിട്ടുള്ള ഉപദ്രവമുള്ള ആളുകൾക്ക്. ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാക്ടിക്കലായിട്ടുള്ള ചികിത്സേൻ്റെ ചില ആധുനിക വശങ്ങൾ കൂടി പറഞ്ഞു വരുമ്പോൾ പിന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. ഞാൻ പറയുന്നത് ഇനി ഈ വിഷയത്തിൽ ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇസ്സത്ത്, മനുഷ്യന് ഒരു പ്രത്യേക ഇസ്സത്ത്, ജിന്നുകളെക്കാൾ കൂടുതൽ ഒരു ഇസ്സത്ത് പടച്ചോൻ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്താ അറിയാം, മനുഷ്യന് അതാണ് അള്ളാഹു ഖലീഫ, ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ, ഭൂമിയിലെ ഖലീഫയായിട്ട് നിയോഗിച്ചത് മനുഷ്യനെയാണ്. മലക്കുകളും ജിന്നുകളും ആൾറെഡി ആ ഭൂമിയിൽ ഉണ്ടായിരിക്കെയാണ് അള്ളാഹു മലക്കോട് പറഞ്ഞത്, ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ മനുഷ്യനെയാണ് ഭൂമിയുടെ ഖലീഫയായിട്ട് നിയോഗിച്ചിട്ടുള്ളത്. ഇത് ജിന്നുകളെ അല്ല, ജിന്നുകളും മലക്കുകളും ആൾറെഡി അവിടെ ഉണ്ട് കേട്ടോ. മറ്റൊന്ന്, മലക്കളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ആദമിനെയാണ്. ആ മലക്കളിൽ ആരും പെട്ടിട്ടുണ്ട്? ഇബ്ലീസ്. കാരണം ഇബ്ലീസ് അന്ന് മുത്തക്കിയായിട്ട് നടക്കുകയും മലക്കളുടെ കൂട്ടത്തിൽ നടന്നിരുന്നു. ആ ഇബ്ലീസ് അടക്കമുള്ള ജിന്നായിട്ടുള്ള ഇബ്ലീസ് അടക്കമുള്ള മലക്കുകളോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ആദമിനെയാണ്. അപ്പോൾ അത് ആദമിനെയും ആദം സന്തതികളെയും അള്ളാഹു എന്താ പറയുക, അവരെ ബഹുമാനിച്ചതിൻ്റെ ഒരു അടയാളമാണ്. മറ്റൊന്ന്, അംബിയ മുർസലീങ്ങൾ വന്നിട്ടുള്ളത് മനുഷ്യലോകത്തേക്കും ജിന്നു ലോകത്തേക്കും അംബിയ മുർസലീങ്ങൾ വന്നിട്ടുള്ളത് മുഴുവൻ മനുഷ്യരിൽ നിന്നാണ്. മറ്റൊരു പ്രത്യേകത, ഭക്ഷണം തയ്യാറാക്കുകയോ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുകയോ ചെയ്യാറില്ല ജിന്നുകൾ. അവർ കിട്ടുന്നിടത്തും തിന്നും, പിന്നെ അടുത്ത നേരത്തിന് അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് അവർ എടുത്തില്ല, സ്റ്റോർ ചെയ്യില്ല. അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അതേസമയം മനുഷ്യർ ഭക്ഷണം പാചകം ചെയ്തത് അവരുപയോഗിക്കും. പാചകം ചെയ്യുന്നത് അവർ ആണ്, പാചകം ചെയ്തതോ പാചകം ചെയ്യുന്നതോ ആണ് അവർ കഴിക്കാറുള്ളത്. അതുപോലെ മനുഷ്യന്മാർ ഭക്ഷണം സൂക്ഷിച്ചു വെച്ചാൽ അതും അവർ എന്ത് ചെയ്യും, എടുക്കാൻ വേണ്ടി ശ്രമിക്കും. അബൂ ഹുറൈറയുടെ പിന്നെ സംഭവം നമുക്കറിയാലോ, സക്കാത്ത് മുതൽ സൂക്ഷിക്കാൻ വേണ്ടി പിന്നെ അബൂ ഹുറൈറയെ ഏൽപ്പിച്ചു. അങ്ങനെ രാത്രി ശൈത്താൻ വന്നതും പിന്നെ വാരിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു നമുക്കറിയാം. അപ്പോൾ ഭക്ഷണം പാചകം ചെയ്യുക, അത് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ഒരു സംഭവം അവർക്കില്ല. അതുപോലെ വീട് നിർമ്മിക്കുക എന്നൊരു കോൺസെപ്റ്റ് അവർക്കില്ല. വീട് നമ്മൾ നിർമ്മിച്ച വീടുകളിൽ അവരെന്ത് ചെയ്യും, നമ്മുടെ ഇടയിലൂടെ പിന്നെ ഇടപഴകി അവർ എന്ത് ചെയ്യും, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ അവർ ജീവിക്കും. ഇനി ആൾതാമസമില്ലാത്ത മനുഷ്യതാമസമില്ലാത്ത വീടുകളാണെങ്കിൽ അവർ പ്രത്യേകിച്ചും അത്തരം വീടുകളിൽ അവരെന്ത് ചെയ്യും, താമസിക്കും. മറ്റൊരു പ്രത്യേകത അതാ, ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണം മനുഷ്യരുടെ മൃഗങ്ങളുടെ കാഷ്ടമാണ്. നമുക്കറിയാം അല്ലേ, നാൽക്കാലികളുടെ ചാണകമാണ് ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണം. ജിന്നുകൾ ഭൗതികമായ രൂപത്തിലല്ല, അവരുടെ ഒറിജിനൽ രൂപം ഭൗതികമല്ല, മാസ് അല്ല, അതിനാണ് ഞാൻ ഭൗതികം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് ടൈംസ് വേണമെങ്കിൽ അവർക്ക് പിന്നെ മാസ് രൂപം പ്രാപിച്ച് പിന്നെ മനുഷ്യന്റെ ആ ലോകത്തേക്ക് വരാം. അങ്ങനെ അവർ വരുമ്പോൾ ലോകത്ത് അവർ വരികയോ പ്രത്യക്ഷപ്പെടുകയോ അത് അവരുടെ പിന്നെ ലൈറ്റ് സ്പെക്ട്രത്തിലായാലും മാസ് രൂപത്തിലായാലും വന്നാൽ ലോകത്തേക്ക് അവർ വരുമ്പോൾ അവർക്ക് അപകടാവസ്ഥ കൂടും. മനുഷ്യന്മാരുടെ ഇടപഴകൽ വഴി അവർക്ക് എന്ത് ചെയ്യും, അപകടപ്പെടും ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ അപകട സാധ്യത കൂടുതലാണ് മനുഷ്യലോകത്തേക്ക് അവർ ഇടപെട്ടവർ. എന്നാൽ ജിന്നുകളുടെ ലോകത്ത് നിന്നുകൊണ്ട് മനുഷ്യന്മാരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ തന്നെ ധാരാളം ഉപദ്രവങ്ങളുണ്ട്, മനസ്സിലായില്ലേ? ഇനി ഇതാണ് ഇപ്പോൾ ഞാൻ ആകത്തുകത്തിന് പിന്നെ വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ 3 ലിങ്കുകൾ, യൂട്യൂബ് ലിങ്കുകൾ ഇൻഷാ അല്ലാഹ് കൊടുക്കുന്നുണ്ട്. ഒന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കുക. ഒന്ന്, സിഹിർ ചെയ്യുന്ന വസ്തു സൂക്ഷിക്കാൻ വേണ്ടി പിശാചുക്കളെ ഏൽപ്പിച്ചിട്ട് വിടും സാഹിർമാർ. ആ സിഹിർ ചെയ്ത വസ്തു നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് വല്ലവനും പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കാവൽക്കാരായി വിട്ട ജിന്നുകൾ അവിടെ ഹാജറാവുകയും അവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും, മനസ്സിലല്ലേ? അത് അത്തരം ഒരു സന്ദർഭം പിന്നെ സിഹിർ ചെയ്തൊരു വസ്തു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ പിന്നിൽ നിന്ന് കണ്ടു കിട്ടുകയും അത് എടുത്തപ്പോൾ എടുക്കുന്ന സമയത്ത് അപ്പുറത്ത്
സ്വല്പം ഏതാനും ഒരു 5 മീറ്റർ അപ്പുറത്ത് ഒരു ജിന്ന് പ്രത്യക്ഷപ്പെട്ട് അത് എടുക്കരുത്, ദാറ്റ് ഇസ് മൈൻ, ഗിവ് ടു മീ എന്ന് പറയുന്ന ഒരു രൂപം അവിടെ പ്രത്യക്ഷപ്പെട്ട് അത് ക്യാമറയിൽ പിടിച്ചത് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ആ ക്യാമറ ഒരു യഥാർത്ഥത്തിലുള്ള ക്ലിപ്പാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇതിൽ 100-200ഓളം ക്ലിപ്പുകൾ ഈ രീതിയിലുള്ള ക്ലിപ്പുകൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് സെലക്ട് ചെയ്തത് നല്ലതാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഏകദേശം 10-200ഓളം ക്ലിപ്പുകൾ ഇതുപോലുള്ള പല ക്ലിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഇനി രണ്ടാമത്തെ ഒരു ഇത് കൊടുക്കുന്നത്, ഒരു ഏലസ് ഐക്കല്ല് ഉറുക്ക് നൂല് തകടി ഒരാൾ ശരീരത്തിൽ വല്ലതും ബന്ധിച്ചാൽ ആ ഏലസ് വഴി ഐക്കല്ല് ഏലസ് വഴി അയാളുടെ ശരീരത്തിൽ ഒരു പിശാച് ബന്ധിച്ചിട്ടുണ്ട്. ഇതാണ് ഈ സിഹിറിന്റെ പ്രവർത്തനം. സിഹിറാണ് വാസ്തവത്തിൽ ഇതൊക്കെ ബന്ധിക്കുന്നില്ല, സിഹിറിന്റെ ഘടകങ്ങളിൽപ്പെടുന്ന. അങ്ങനെ ബന്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബന്ധിച്ച ഏലസ് ഐക്കല്ല് ഉറുക്കോ കെട്ടിയൊരു മനുഷ്യൻ അല്ലെങ്കിൽ പിശാച് ബാധിച്ച ഒരു മനുഷ്യൻ, അവന്റെ കൂടെ തന്നെ ഒരു പിശാച് എപ്പോഴും ഉണ്ടാവും. അത് ഒരു ക്ലിപ്പിൽ ശരിക്കും മനസ്സിലാവുന്ന രീതിയിലൊരു ക്ലിപ്പ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വയസ്സായിട്ടുള്ള ഒരാൾ റോഡിങ്ങനെ വിലം കുറിഞ്ഞ് പോകുമ്പോൾ അയാളുടെ കൂടെ ഒരു കറുത്ത രൂപം, അത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് കിട്ടിയ ഒരു ക്ലിപ്പ് ഞാൻ അതിൻ്റെ കൂടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. മൂന്നാമത്, ഒരു ഹോസ്റ്റലിൽ ഒരു പെൺകുട്ടി പിന്നെ തൻ്റെ മുഖം കഴുകി അപ്പുറത്തേക്ക് റൂമിലേക്ക് അങ്ങോട്ട് നീങ്ങുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ആരോ ഉന്തുന്ന ഒരു അനുഭവം വീഴാൻ പോകുന്ന ഇതാണ് ക്ലിപ്പ്. ഈ ക്ലിപ്പ് സ്ലോ മോഷനിൽ അവർ പ്ലേ ചെയ്തിട്ട് നോക്കുമ്പോൾ അവിടെ പിന്നിൽ വന്നിട്ട് ആ സ്ത്രീയുടെ പിന്നിൽ വന്നിട്ട് ആ പെൺകുട്ടിയുടെ പിന്നിൽ വന്നിട്ട് ഒരു കറുത്ത രൂപം തൻ്റെ കൈകൊണ്ട് ആ പെൺകുട്ടിയെ ഉന്തുന്ന ഒരു പിക്ചർ ഇതിൽ എൻ്റെ കൂടെയുള്ള ഇങ്ങനെ 3 ലിങ്കാണ് ഞാൻ അതിന് കൊടുത്തിട്ടുള്ളത്. അത് 3 നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആധുനിക ക്യാമറകളിൽ ഇവർ റെക്കോർഡ് ചെയ്യപ്പെട്ട് കിട്ടുന്നത് എന്ന്. അതേസമയത്ത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഇനി ആ കാണുന്ന രൂപത്തിൽ അവർ പ്രത്യക്ഷപ്പെട്ടാൽ കാണാൻ ചെയ്യും. അതാണ്. അപ്പം അതിന് വേണ്ടി ഉള്ളൊരു 3 ക്ലിപ്പാണ് ഞാൻ അതിന് കൂടെ കൊടുത്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ നമുക്ക് ഇതുപോലെ ചികിത്സാ രംഗത്തും അത്യാധുനിക സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും എങ്ങനെ ഉപകാരപ്പെടുന്നു, ഏതെല്ലാം ഉപയോഗിക്കാം, ഏതുവരെ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം. കാരണം അതൊക്കെ ഉപകാരപ്പെടുന്നു മാത്രമല്ല, സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൻ്റെ ഉപദ്രവത്തിലുള്ളത്. അത് അവർക്ക് നമുക്ക് കിട്ടുന്ന അറിവ് നമ്മൾക്ക് പകർന്നു കൊടുക്കണം. അതിൻ്റെ തുടക്കത്തിൽ ഓതിയ ആയത്ത് ഓർമ്മയുണ്ടോ? സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. റഹ്മാനെ റബ്ബ് പഠിപ്പിച്ചെന്നല്ലാതെ ഒന്നും എനിക്കത് അറിയില്ല. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. എനിക്കിത് പറയാനുള്ള തൗഫീഖ് എൻ്റെ റഹ്മാനെ റബ്ബിൻ്റെ നിന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബിദില്ലാ ഞാൻ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചാണ് നിങ്ങൾക്കിത് കാര്യങ്ങൾ പകർന്നു തരുന്നത്. ഇൻഷാ അല്ലാഹ് ബിദില്ലാ അതിൻ്റെ ബാക്കി നമുക്ക് പിന്നീട് കാണാം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.